ഹായ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ കാർത്തിക് ആണ്. കാർത്തിക് 2025 ബിടെക് പാസ് ഔട്ട് ആണ്. അപ്പോൾ കാർത്തികിന്റെ സ്റ്റോറി എന്താണെന്ന് നമുക്ക് കാർത്തികിനോട് തന്നെ ചോദിച്ചറിയാം. ഹലോ കാർത്തിക്. ഹലോ സാർ. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ്, പന്തളം എന്ന് പറയും. ഞാൻ കോളേജ് ബിടെക് ഗ്രാജുവേറ്റ് ചെയ്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടത്തറ, കമ്പ്യൂട്ടർ സയൻസ്. എങ്ങനെയുണ്ടായിരുന്നു കാർത്തിക്? എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്ലാസ് നല്ലതാണ്. ഞാൻ ആദ്യം ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന മൈൻഡ് എനിക്ക് എങ്ങനെയാണെന്നോ എന്തോന്നും അറിഞ്ഞുകൂടാ. ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് അല്ല ഇങ്ങനെ കമ്പനി നടത്തുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയും. നല്ല ക്ലാസ് എല്ലാം ഇഷ്ടപ്പെട്ടു. ഓക്കെ. അല്ല, നമുക്ക് പതുക്കെ പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിലാണ് എല്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ പേഴ്സൺ ടു പേഴ്സൺ മെന്ററിങ് കിട്ടുന്നുണ്ട്. ഒരു ബാച്ച് തന്നെ 15 സ്റ്റുഡൻസേ ഉള്ളൂ. അപ്പം ട്രെയിനർ തന്നെ എല്ലാവരെയും ഓരോരുത്തരുടെ ലാപ്പിൽ വന്ന് നോക്കാനും ആർക്കുള്ള ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനുമായിട്ട് എല്ലാം പറ്റും. ഇപ്പൊ എന്റെ മെന്റർ എന്ന് പറയുന്നത് പ്രിയമത മാം ആണ്. മാം ഇപ്പൊ ഞാൻ ഫുൾ ഫ്രണ്ട് എൻഡ് ആണ് മാം എടുത്തത്. അപ്പം അതുവരെ ഞാൻ പറഞ്ഞ മാം നമുക്ക് ഫുൾ ടൈം നമ്മുടെ ഇൻവെസ്റ്റർ ആണ് നമ്മളോട്. അപ്പം നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മാം അപ്പം തന്നെ ക്ലിയർ ആയിട്ട് അടുത്ത സെഷൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ കാർത്തിക് എങ്ങനെയാണ് കോമ്പിറ്റൻസിനെ പറ്റി അറിഞ്ഞത്? എങ്ങനെ ഇവിടെ എത്തി, അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ ജോയിൻ ചെയ്തു? കോമ്പിറ്റൻസി എത്തിയത് സത്യം പറഞ്ഞാൽ ഞാൻ ബിടെക് കഴിഞ്ഞ് ഇങ്ങനെ ജോബെല്ലാം നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. പിന്നെ കോമ്പിറ്റൻസി ആയിട്ട് നടത്തിയ ജോബ് ഡ്രൈവ് മേസിലും ഇവിടെ രണ്ടിടത്ത് നടത്തിയായിരുന്നു. അവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാർത്തിക്കിന്റെ ഫ്രണ്ട്സിന് അല്ലെന്നുണ്ടെങ്കിൽ ജോബ് ഹണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കോമ്പിറ്റൻസ് സജസ്റ്റ് ചെയ്യുമോ? ഞാൻ ചെയ്യും. കാരണം ഞാൻ ഇതുവരെ ഇവിടെ നിന്നത് വെച്ച് എനിക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആ ഒരു ഇതേ കിട്ടിയിട്ടുള്ളൂ. എനിക്കൊന്നും അങ്ങനെ നെഗറ്റീവ് പറയാനായിട്ടോ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കാർത്തിക് എന്നാ ശരിക്കും നിങ്ങളുടെ ജോയിനിങ് ഡേറ്റ് എന്നാ? എനിക്ക് ജൂലൈ 15-നാണ് തോന്നുന്നത്. ഈ മൺഡേ, ഈ വരുന്ന മൺഡേ. 2025 തന്നെ നിങ്ങൾ പാസ് ഔട്ട് ആയി. 2025 തന്നെ നിങ്ങൾക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ ഓഫീസ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വിഷിംഗ് ഓൾ. താങ്ക് യു.